സമയം എടുക്കടാ. ഹലോ ആ. സ്കിപ്പ് ചെയ്ത് ഇപ്പൊ സീനോ നിങ്ങൾ മരിച്ചു സ്കിപ്പ് ചെയ്ത സത്യം പറയണം ഇങ്ങനെ രണ്ടുപേർക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയാം. ഇതാണ് ഐഡിയ. അത് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കില്ല പെട്ടെന്ന് നിങ്ങൾ കണ്ട് പേടിച്ച് അറ്റാക്ക് വന്നിട്ട് സത്യം. ബ്രോ നമ്മളെ കണ്ടിട്ട് അങ്ങനെ അറ്റാക്ക് ഒന്നും അങ്ങനെ മരിക്കാറില്ല. ചിലപ്പോ നിങ്ങളെ കണ്ടായിരിക്കും അറ്റാക്ക് മരിച്ചിട്ടുള്ള. ഇത് നേരില്ല പെണ്ണുങ്ങ ജാടയില്ല. നിങ്ങൾക്ക് പറഞ്ഞ നമുക്ക് പറഞ്ഞൂടെ എന്താ ഇങ്ങനെ പറയണ നിങ്ങള്? നിങ്ങൾക്ക് അത്ര കൗണ്ടർ പറയണ്ട പറഞ്ഞ ഞാൻ പറയാ. എന്താ എന്താ നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരോ? ആ എന്റെ പേര് കാജ്. എന്റെ പേര് ചിഞ്ചു. ചിഞ്ചു ചിഞ്ചു വീട്ടുകാരെ അറിയാൻ ചോദിക്കേ. എന്റെ പേര് നിങ്ങള് കയറുന്ന വീട്ടുകാരെ അറിയാൻ ചോദിക്കേ. ബ്ലോഗറാണോ? വ്ളോഗർ അല്ല നമ്മള് ഇപ്പൊ ചോദിക്കണ്ട ലാസ്റ്റ് ചോദിക്കട്ടെ. ഇത് ഇപ്പം നിങ്ങൾ സമാധാനപ്പെടും ചോദിച്ചോ. വീട്ടിൽ സീനൊന്നുമില്ല ഈ സമയത്ത് നിങ്ങൾ ഒമേഗള കയറുമ്പോ. അതെന്തിനാ? നമ്മള് മോശമായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല വേറൊന്നും പറയില്ല. നമ്മള് പിജിയിലാ. എന്റെ കൂടെ ഒരു പയ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവൻ ഇങ്ങനെ ചോദിച്ച എല്ലാവർക്കും സീനുണ്ടേ. അല്ല ഇപ്പൊ ചോദിക്കാൻ പറഞ്ഞാലും ചോദിച്ചാ വീട്ടിൽ സീനാവൂലെന്ന്. അവന് ഭയങ്കര ഓൺലൈൻ ആംഗിളെ അവൻ ഭയങ്കര കൺസേൺ അവൻ ഇങ്ങനെ ആൾക്കാരെ പറ്റി. മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലല്ലേ വീട്ടില് സീനാവണ്ടേ. ബാക്കിയുള്ളവർ സ്കിപ്പ് അടിച്ച് പോകുന്നുണ്ട്. ഇങ്ങനെ സ്കിപ്പ് അടിച്ച് പോകാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ ലൈവാന്ന് ചോദിക്കും. ഞാൻ വർക്ക് ചെയ്യാ പഠിക്കാം. എന്തിനടിക്കാ? എന്തിനോ പഠിക്കണം. എന്തിനാന്നും ഇല്ല ഐഡിയ ഒന്നും അതെ അങ്ങനെയൊന്നുമില്ല എല്ലാം. ഞാനിപ്പോ സ്ട്രീമാ. നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? കുറച്ച് മേക്കപ്പ് ഇട്ട് നല്ല എന്തായാലും കണ്ടിട്ടേ പേരെന്താ? ഞാനേ നിങ്ങക്ക് സെർച്ച് ചെയ്ത് കിട്ടത്തില്ല. വേറൊരു ഇതില സ്ട്രീം ചെയ്യണം. ഇതാ എന്റെ ചാനലിന്റെ പേര്. വലിയ പുള്ളിയാന്ന് പറയും. എന്താ എന്താ എന്തോ നോക്കണോ? ഞങ്ങക്ക് പോസ്കോയാ. ഞാൻ എന്നിട്ട് സീനില്ല. 18 വയസ്സായാലും എന്താണ് പറയാൻ. മുച്ചിരി പ്ലേസ് ഇല്ലല്ലോ. മുച്ചിരി 7 അല്ലേ? മുച്ചിരി എന്റെ ഇൻഗെയിമിന്റെ പേര് കൊടുത്തേ. ചന്ദ്രബോസാന്ന് ചന്ദ്രന്റെ പേര്. മുച്ചിരി 7 കിട്ടിയായിരുന്നോ ചാനലില്? ഇല്ല 7 പെണ്ണാണ് ഇമോജി എന്ന് പറയണേ. ഇല്ലെങ്കിൽ ഇമോജി അല്ല DP. ഇപ്പൊ നോക്കി ഇത് ഏതോ വെച്ചുകൊണ്ടാന്ന് പറയാ. നോക്കിയോ അങ്ങനെ പറയും. ചാനലില്ലെന്ന് എന്താ പറയ്. അല്ല അല്ലാന്ന് പറയും. മുച്ചിരുന്ന് അടിച്ച എന്റേത് പേര് വേറെ ആരും പേര് അങ്ങനത്തെ പേര് ആരിലും ഇല്ല. എന്റെ മാത്രമേ ഉള്ളൂ. എല്ലാരും ഇങ്ങനെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഇട്ടാലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. സബ് ചെയ്തായിരുന്നോ? സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ? സത്യം പറഞ്ഞ അതെന്റെ ഷോർട്സ് ഒക്കെ ഇടുന്ന ചാനല. ഇതൊക്കെ ഇടുന്ന ചാനല. ഈ ചാനൽ എന്റെ ചാനല്. കൊറേണ്ടോ? നമുക്കിതല്ലേ പണി. പണിയൊന്നുമില്ല. പണിയൊന്നും കിട്ടില്ല ആ കാലത്ത് പഠിക്കാത്തോണ്ടേ. അതുകൊണ്ടാ നമ്മൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത. കുട്ടി എത്ര വയസ്സുണ്ട്? അല്ല ആന്റിന്ന് വിളി. പിന്നെന്തിനാ കുട്ടീന്ന് വിളിക്കാണ്ടിരിക്കുന്നത്? ഞാൻ തിരിച്ചു തല്ലു പറഞ്ഞേ. ചന്ദ്രു ഓളെ പേടിച്ചിരിക്കുന്നു. ചന്ദ്രു കുറെ നേരം ഓള് മുണ്ടാടുക്കുന്ന. അതെല്ലേ? അതെ ഞാൻ തന്നെ. സംശയം ഓ ആരി കുറെ നേരം ഫസ്റ്റ് ഞാൻ വിചാരിച്ച ജാടയില്ല.
കൊറേ നേരമായിട്ടുള്ളൂ അവളെ ചിരി ഞങ്ങക്ക് പിടിക്കില്ല ചന്ദ്രു. ചന്ദ്രു സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞ് പറ്റുമോ കിക്കിന് നേരെ? ലൈവ് കയറി കാണാൻ പറയണേ. നിങ്ങളെ പറ്റി സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല അഭിപ്രായം എല്ലാവർക്കും. ആണല്ലേ? ഞാനിപ്പം അതിലല്ല Live live. അതല്ല. ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലെ ലൈവ് ആണ്. ഏത് പ്ലാറ്റ്ഫോം? ആ നേരത്തെ കേൾക്കാൻ പറയണേ. അത് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയാൽ കിട്ടത്തില്ല. അത് ഭയങ്കര പാടാണ്. അത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യണം. വലിയ പാടാ. ഇല്ല ക്രോം ബ്രൗസറിൽ നോക്കാൻ പറ്റും ചന്ദ്രു. ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇതാ ഗൂഗിളിൽ അതിന്റെ സെർച്ച് പേര്. ചെയ്തെടുക്കാം. ചന്ദ്ര അത് വേണ്ട ചന്ദ്രു, ഞാൻ എന്തെല്ലോ പറഞ്ഞു വേണ്ട. അല്ല അത് കേൾക്കാൻ പറയണേ. അത് കേൾക്കാൻ ചോദിക്കാണ്ടോ? അത് കേൾക്കാൻ പറയണേ. എന്താ ചോദിച്ചോ? ചോദിച്ചോളൂ. ഇല്ല ചേട്ടാ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്നാ, പക്ഷെ വേണ്ട. എന്തൊക്കെ മണ്ടത്തരം ചോദിച്ചോ. എന്നാടാ? ചന്ദ്രു സ്പ്ലിറ്റ് ചെയ്യാ ചന്ദ്രു, അങ്കൊന്ന് തരും പ്ലീസ്, റിക്വസ്റ്റ് ആണ്. ചന്ദ്രന്റെ ഫേസ് ക്യാം ഡയറക്റ്റ് എന്റെ മാറ്റി. അതെങ്ങനെ ഞാൻ മാറ്റാ? പറയാം, മാറ്റാൻ പറ്റാത്തോണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ പറയുന്നേ. ഓക്കേ, ഓക്കേ. ഇല്ല ഇവിടെ എന്റെ കൂടെ ഒരാൾ സംസാരിക്കുന്നുണ്ട്. അയാളുടെ റിപ്ലൈ പറഞ്ഞു. ഓക്കെ, അപ്പൊ ശരി എന്നാ. Bye. ഓക്കെ, അപ്പൊ പോട്ടെ ആന്റി. നേരത്തെ കുട്ടി വന്നപ്പോഴത്തേക്ക് സീനായില്ല, അതുകൊണ്ട് അങ്ങനെ വിളിച്ചേ. ഓക്കെ ശരി ആന്റി. അത് നല്ലണ്ടേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കൊണ്ടുപോക്ക്, നല്ലത് കൊണ്ടുപോക്ക്, നല്ലത്. അങ്ങനെ എന്തും കണ്ടാ? ഞാൻ കണ്ടില്ല. ഉമ്മോടത്തെ കിസ് അടിച്ചു. ഹലോ കുട്ടി. ഇപ്പൊ നാളെ ക്ലിപ്പായിട്ട് ഇറങ്ങിയാല് അതിലെല്ലാം എന്റെ കേൾക്കൂല്ലേ സൗണ്ട്? എന്റെ സൗണ്ട് കട്ടാക്കാനെ അലച്ചോണ്ടാണ്, അല്ലെങ്കിൽ അന്നേരം ചോദിച്ചേനെ. നായിന്റെ മോനെ. എന്തിന്ന് ഹലോ എന്തിന്ന് ചോദിച്ചേനെ? ഹായ് ബൈ. വേർ ആർ ഫ്രം? മലയാളിയാ. മച്ചാനെ കണ്ടൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട്. ആ ബ്രോ. അങ്ങനെ പറയല്ലേ ചന്ദ്രു, ബാഡ് അടിക്കും. ചേട്ടാ ഡ്രീമറേട്ടാ സുഖം. പറയരുത് പ്ലീസ്. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല ബ്രോ. പക്ഷേ ഇല്ല ബ്രോ, വരുന്നവരൊക്കെ ഇത് തന്നെ ബ്രോ. ഡൂപ്പാണോ അനിയനാണോ എന്നൊക്കെ. എന്താ പരിപാടി? വേറെ ഇങ്ങനൊക്കെ പോകുന്നു. എന്നാ സ്ട്രീമിംഗ് അല്ലല്ലോ? വീട്ടുകാർ പറയണ്ടേ ബ്രോ? പറയണ്ടേ ബ്രോ? ഓക്കെ നടക്കട്ടെ. അല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തായിരിക്കും എന്താ ബ്രോ? നിനക്ക് താല്പര്യമുള്ള പയ്യൻ എന്റെ ഡിസ്കോഡ് ഇരിപ്പുണ്ട്. ആരാ? മുച്ചിരി ബ്ലേസ് എന്ന് പറയും. ശരി എന്നാ. എന്താ അനക്ക് മനസ്സിലായില്ല? ചന്ദ്ര സിറ്റി നടക്കുന്ന RBI നടത്തിട്ട് പുറത്തിടല്ലേ? ഞാൻ അത്രക്കാരനല്ല. അല്ല മറ്റേ ഐഡിയ വർക്ക് ആയതാണ്ടാ. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടാ. നാളെ ഇനി കണ്ണാപ്പി ഇത് ഉപയോഗിക്കും, നോക്കിയോ. ഇതല്ലേ കണ്ണാപ്പി വേറെ ഏതോ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതിൽ കൊറേ ആൾക്കാർ വരും. വെയിറ്റ്, അതിലാണ് ആൾക്കാർ വരും. ഇന്ന് കണ്ണാപ്പി ലൈവ് ഇട്ടേ ചന്ദ്രു. കണ്ണാപ്പി ലൈവ് ഇട്ടിട്ട് ഫേസ് ക്യാം ഇട്ടിട്ട് ഒമേഗിൾ ഇരിക്കും. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സേവേജ് ആണെങ്കിൽ അതിനെടുത്തിട്ട് ലൈവ് ഇടും. ഒറിജിനൽ ആണോ ബ്രോ? അതെ. എന്താണ് ബ്രോ നമ്മൾട്ടൊക്കെ മിണ്ടോ? സ്ഥലമാണോ? നില്ല് നിങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ പേരറിഞ്ഞൂടെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഫേമസ് ആണ്, അതറിയാം. തിരുവനന്തപുരം എവിടാ? വർക്കൗട്ടൊക്കെ ചെയ്യും. അയ്യോ ഇന്ന് ഷോൾഡർ. ചന്ദ്രൻ ഫ്ലെക്സ് ചെയ്ത്. വർക്കലല്ല ബ്രോ, പൂന്തറ. നിങ്ങൾ ട്രിവാൻഡ്രത്താ ബ്രോ? ചന്ദ്രു എന്തിനു സംസാരിക്കുന്നത്? സ്കൂളില് +2 ഞാൻ എത്രയില്ല? ബ്രോ എന്നെ ഗസ് ചെയ്യ്, ഞാൻ എത്രയില്ല?
9ാം ക്ലാസ് ബ്രോന് ഉറപ്പാ. ബ്രോനെ താടി കണ്ട മീശ വന്നിട്ടില്ല. ഒരു 9. 10ാം ക്ലാസ് അല്ലേ? തൈര്. ഓ അതെങ്ങനെ നമ്മള് അത് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോ മനസ്സിലായി. പവിത്രമൊക്കെ ശരിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ guess ചെയ്ത് അതെങ്ങനെ ബ്രോ അതെങ്ങനെ ഇല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല 10ാം ക്ലാസ് നിങ്ങളാണ് പറയുന്നത് കറക്റ്റ് അത് നീ ചോദിച്ചപ്പോ മനസ്സിലായെന്ന് പറയും. നീ എന്തായാലും അങ്ങനെ നിനക്ക് അത്യാവശ്യം ഏജ് ഉണ്ടെങ്കിൽ നീ എന്തായാലും ചോദിക്കത്തില്ല. നിനക്ക് ഏജ് ആ ബ്രോ ആ ബ്രോ മനസ്സിലായ? ആ ബ്രോ ഓ ഏജ് ഉണ്ട് ബ്രോ ഏജ് ഉണ്ട് 17 വയസ്സുണ്ട്. ചന്ദ്രു ഒന്ന് ഫ്ലെക്സ് ചെയ്യണേ. ചന്ദ്രു ഫ്ലെക്സ് ചെയ്യണേ. അത് ഈഗോ ആണ്. കോമ്പറ്റീറ്റർ ആണ് ബ്രോ. കഴിഞ്ഞ വർഷം ഒന്നിനെ നാച്ചുറലിൽ ഇറങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് കിട്ടിയിട്ടാണ്. ഇപ്രാവശ്യം ലാസ്റ്റ് വന്നത്. ഇപ്പൊ ഉള്ള ബോഡി നോക്കണ്ട. ഇപ്പൊ ഉള്ളത് ബൾക്കാണ് ബ്രോ. ഞാൻ ഇതിനു മുമ്പ് കട്ടായി ഇത്രയൊന്നും ഇല്ല. ഉണക്കിയ പിന്നെന്തിരി പോട്ടാ നിങ്ങളെ ചാനൽ ഞാനിവിടെ ഇതാണ് ലൈവാണ്. അപ്പൊ കൊറേ ഒരു എ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അത് പ്രാന്തായിരിക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഒന്നൊരു ഫ്ലെക്സ് ചെയ്യാൻ പറഞ്ഞ കുറച്ചേരം പിടിച്ചിക്കാൻ പറയും. ബ്രോ അത് മാത്രമല്ല എല്ലാവരും പറയും. ഈ ഡബിളാമല്ലാണ്ട് ഏതെങ്കിലും മറ്റേ 2 പോസിറ്റീവ് എടുത്ത പൈമാർക്ക് ബ്രോ അത് നില്ലേ ബ്രോ ഞാൻ ഇതിൽ ഐഡി പെട്ടെന്ന് ബാൻ ആവണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സേഫായിട്ടിരിക്കുന്നത്. ബ്രോ ഞാൻ ഇപ്പൊ ചെയ്യണ എങ്ങനെ കൊള്ളാമെന്ന് നോക്കും. ഞാൻ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുമ്പോ ഇങ്ങനെ കൊള്ളായിരിക്കും. അത് നൈസ് ആയിരിക്കും. നിങ്ങൾ ജിമ്മി പോവും? ബ്രോ ഞാൻ ചെറുതായിട്ട് ജിമ്മിലൊക്കെ പോകും. ബ്രോ ഒന്നില്ല നിങ്ങളെ ചാനൽ ഒന്ന് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ബ്രോ ഞാൻ നോക്കട്ടെ. ഞാൻ വന്ന തൈര് നാളെങ്കിലും തൈര് ഇടക്കിടക്ക് പറയണേ. ഇതിപ്പോ ലൈവ് ഇതിപ്പം കാണാൻ പറ്റത്തില്ല. ഞാനിത് വേറെ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യണം. അല്ല ഇൻസ്റ്റാഗ്രാം ഡ്രീമർ ഗെയിം നോക്കാൻ പറയാം. യൂട്യൂബ് ആണോ? ഇൻസ്റ്റയിൽ നോക്കി ഇവര് ഇതാ അതല്ല ഇപ്പൊ ലൈവ് യൂട്യൂബിലല്ലേ? അല്ല ഇൻസ്റ്റ എടുത്ത് നോക്കാൻ പറയും. ഇപ്പൊ നോക്കിട്ട് പോയാൽ മതി. ചന്ദ്രു ഈഗോ ആണേ ഇത്. ഇൻസ്റ്റ ഇപ്പൊ എടുക്കാൻ പറയും എന്നോട്. ഈഗോ അടിച്ച് ചന്ദ്രു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത ആപ്പാടെ ഒരു ഫോണേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇറങ്ങി ഉടനെ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബ്രോ ബൈ. കൊറേ നേരമായിട്ട് വീർപ്പിക്കുന്നുണ്ടോ എന്റെ ബലൂനെ? സ്റ്റെറോയിഡാ ബ്രോ. നിങ്ങൾ സ്റ്റെറോയിഡ് ഞാൻ ആ ബ്രോ അല്ല എന്റെ വായിന്ന് അങ്ങനെ വരാൻ പാടില്ല. ഇവൻ അതാന്ന് തോന്നുന്നു. ഇവൻ സ്റ്റെറോയിഡാ. ഇവന്റെ കാണും പറയാ ബോഡിയിൽ വേറെ ഒന്നുമില്ല. 10 പഠിക്കുന്ന പയ്യന്മാർക്കൊക്കെ ഇങ്ങനെ വരും. എന്ത്? ഹലോ ടാറ്റു ഉള്ള പേരെന്താ? ഇത് മറ്റുള്ള സിറ്റിയിലുള്ള അതാണ്ട് പോന്ന് അന്ന. പണ്ടൊരു ടിക്ടോക്കില് കലിപ്പത്തികളൊക്കെ ചിരിക്കുന്ന നടക്കുന്നുണ്ട്. കലിപ്പത്തി ഒന്നുമല്ല ഞാൻ പാവ. എന്റെ വീട് ട്രിവാൻഡ്രം. നിന്റെ വീടും ട്രിവാൻഡ്രം അല്ലേ? നിന്നെ അറിഞ്ഞുകൂടാ. നിന്റെ സ്ലാങ് എനിക്ക് മനസ്സിലായി. ഞാനൊരു മലയാളം ഒരു ട്രിവാൻഡ്രം പയ്യനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ സ്ലാങ് ആയത്. ശരിക്കും കൊച്ചിയാ. അത് ഞാൻ വിശ്വസിക്കണോ? എനിക്കിപ്പോ നിങ്ങളെ വിശ്വാസമല്ല. ഇതിപ്പം ഇതെന്താ ഇതിങ്ങനെ ഫേസ് കണ്ടുകൂടെ? നിങ്ങളുടെ ഇരുട്ടാണ് ഇതിപ്പം. ഫേസ് എന്ന് പറഞ്ഞാ 2:50 ആ സമയത്ത് പെൺകുട്ടികൾ ഇരുന്ന് ശരിയാവത്തില്ല. കുഴപ്പമില്ല കേക്കുന്നില്ല മനസ്സുകൊണ്ട്. ഗെയിമറാ? ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ചോദിച്ചാണോ? നമ്മളെല്ലാം കളിക്കും. എല്ലാം കളിക്കും. ഐ മീൻ ഗെയിംസ്, കോണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ അതൊക്കെയാണ് പരിപാടി. നീ മറ്റവനെ പോലെയാണോ? എന്താ എന്റെ പേര്? മറ്റേ തെറിയൊക്കെ വിളിക്കുന്നേ കൊച്ചുന്നൊക്കെ എന്താ വിളിക്കുന്നേ? സായിപ്പാണോ? അവൻ സായിപ്പന്റെ അനിയനാണ്. യെസ്, മൈ ഓൺ ബ്രദർ. ചേട്ടാ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. ചുമ്മാ പോ. നീ അവനുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഞാനിപ്പോ ഫോട്ടോ കാണിച്ചിട്ടെ. മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെയെങ്കിലും സമയം
ആലും അതങ്ങനെയല്ലല്ലോ. എങ്ങനാവും? ഞാൻ ഫോട്ടോ കാണിച്ച വിശ്വാസമാവല്ല. ഏയ് എന്ന് 2 ഫോട്ടോ കാണിക്കണേ. ചിലപ്പോ നീ അങ്ങനെ കണ്ടപ്പോ പക്ഷെ എടുത്ത. ഓഫ് ആയി ഫോൺ അതാണ് 2% ആണ്ടാ കാണാമല്ലോ. ആ ഓക്കെ. നോക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. നിന്റെ സ്വന്തം അടുത്തുള്ള ആരാ? അടുത്തുള്ള എന്റെ ഫ്രണ്ട്. നിങ്ങൾ PG-യിലാണോ? അതെ. ഓക്കെ. എടാ നിന്റെ സ്വന്തം അനിയനാടാ. സ്വന്തം അനിയനാ? എടാ അവൻ എന്തിനാടാ ഇത്രയും തെറി വിളിക്കുന്നേ? അഴുക്ക ചെറുക്കൻ എന്ന് പറഞ്ഞാൽ തന്തേക്കാ മോശം. ചന്ദ്രന്റെ സ്വന്തം അനിയനാര്? ഭയങ്കര ഞാൻ പറയും എപ്പോഴും ഇങ്ങനത്തെ ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യില്ലെന്ന്. ഞാൻ പക്ഷെ അങ്ങനെ ഞാൻ ഗെയിം കളിക്കാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറയണ ഒരാളല്ല ഞാൻ, സത്യം പറഞ്ഞു. ആര് ചന്ദ്രു? ആര്? കണ്ണാപ്പിയാ? സായിപ്പ. അവനിപ്പോ ഇവിടെ ഉണ്ടോ? അപ്പുറത്തുണ്ട്, വിളിക്കണോ? ഓ വിളി. ഡേയ് നിന്റെ ഫോൺ വിളിക്കണം. ഡേയ് ഒരു സെക്കൻഡ്, ഫോൺ വിളിക്കാം. അയ്യോ ഫോൺ, അയ്യോ ഈ ഫോണിൽ 1% ചാർജ്. നീ പോയി വിളിക്ക്. ഇനിയിപ്പോ അപ്പുറത്ത് പോയി വിളിക്കണ്ടേ, വലിയ പാടല്ലേ. ചുമ്മാ കള്ളം പറയുന്ന നീ. ഇതെന്റെ ഇൻസ്റ്റയാ, വേണമെങ്കിൽ നോക്കിയോ. എനിക്ക് ഇൻസ്റ്റ ഒന്നും വേണ്ട, നീ അവനെ വിളിക്ക്. ഇൻസ്റ്റ നോക്ക്, അതിന് ഫോട്ടോ ഉണ്ട്. എനിക്ക് അല്ലെങ്കിൽ ചാർജ് ഉണ്ടെ കാണിച്ചു തന്നെ, അത് നോക്കാനാ പറഞ്ഞേ. എനിക്ക് അവനെ നേരിട്ട് കാണണം, വിളിക്ക്. വെറുതെ പുച്ചിക്ക് അപ്പൊ വിശ്വസിക്കും. സായിപ്പിന് പുച്ചിക്കുന്നവരൊക്കെ നല്ല ചേട്ടനല്ലേ, പാവം ചേട്ടനല്ലേ, വിളിക്ക്. ഞാൻ അവനെ ഫോണിൽ വിളിക്കട്ടാ. ആ വെറുതെ പറയാ അവനൊരു പാവാണ്, ലൈവിലെ തെറി വിളിക്കും, അങ്ങനല്ലേ പറയും. ഇത് കണ്ടാ? ഇല്ല, എന്തുവാ? വേറൊന്നും ലീക്കായക്കല്ലേ. ഉറങ്ങുന്നുണ്ടാവും. എടുത്തിട്ട് ബാക്കി ചീത്ത ഇവിടെ. സായി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ എന്ത് ക്രൂരതയാണ്. നിങ്ങൾക്ക് എന്നെ അവനെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. എന്നാ ചേട്ടാ ചാച്ചിക്ക് കുഴപ്പമില്ല. ഈഗിളിനെ അറിയാവോ? അറിയാം. ഇനി അത് കുഞ്ഞമ്മന്റെ മോനാന്ന് മാത്രം പറയരുത്. ഈഗിളിന്റെ ഫ്രണ്ടാ, വിളിക്കണോ? ഇരുന്നോട്ടെ. പ്രശ്നമാണല്ലോ രാത്രി. എടാ നീ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാൾ വിശ്വസിക്കില്ലടാ. അത് ഉമ്മകളിൽ കണ്ട ഒരു കുട്ടിയാ. നീ ഒന്ന് പറഞ്ഞ, നീ 2 വാക്ക് പറഞ്ഞേ. നീ എന്റെ ഫ്രണ്ടാ, നീ ഷ്യാമിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞേ. ഒരേ ആശുപത്രിയിൽ മതി. ചേട്ടന്റെ കൊച്ചെങ്ങനെയാണെന്ന് നോക്കി. കൊച്ചിയിലെ ചേട്ടാ. ഞാനവന് നമ്മള് ഒരുമിച്ച് പാടാറുണ്ട് റാപ്പ് തന്നെയാണ്. ഏതാണ്? എന്തിന്റെ റാപ്പാണ്? എവിടെ എത്തി ഇപ്പൊ? കർണാടക അല്ല, റാപ്പിലാണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തേക്കണേ. സത്യം എന്നും തെറിപ്പാട്ട് കേൾക്കോണ്ടേ. എന്നാ റാപ്പിങ് പാടിക്കേ, കേക്കട്ടെ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പാട്, മുമ്പ് പഠിച്ചൊക്കെ പാടുക. നമ്മള് ചെറുതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എന്താ അങ്ങനെ നോക്കണേ? മൂടില്ലാന്ന് പറയും പെൺചെറ്റി. ഇല്ല, അനങ്ങുന്നുണ്ട്, ജീവനുണ്ട്. മൈക്കിലാണോ? അല്ല, സ്റ്റക്കല്ല, കണ്ടായിരുന്നു. ഉടായിപ്പ് എന്ത് ചെയ്യണ കുട്ടി, നമുക്ക് കുറച്ച് ഉടായ്പൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ശരിയാ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ സായിപ്പിന്റെയും കാണുമല്ലോ നിങ്ങള്? ഓ കണ്ടിട്ടുണ്ട്. ഈ തെറി വിളിക്കുന്ന മൊത്തം ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ.
അഴുക്ക വെറും ഇല്ല. ഞാൻ പറയാം 2 പിള്ളേർ ഇതുപോലെ പറഞ്ഞ് ബുദ്ധിമുട്ടാണ് അവർക്ക് കാണാൻ. അല്ല അയ്യോ വേണ്ട. ഇനി അവൻ അവിടെ ഇരുന്ന് പ്രാഗി എന്റെ ജീവിതം തുടങ്ങിയ വേണ്ട. എന്തിനാ വെറുതെ ഞാൻ വിളിച്ചോട്ടെ. ഞാൻ സ്ക്രോൾ ചെയ്ത് മാറ്റിയാ പോരെ. നിങ്ങള് മാരീഡ് ആണോ? അല്ല പിന്നെന്ത് ജീവിതം എന്ത് തകരാനാ ഇനി? തകരാൻ പോണല്ലേ ഉള്ളൂ. ഈശ്വര എന്തോ കുത്തുന്ന പോലെ. ഒരു മാന്യമായിട്ട് ജീവിച്ചു പോവുക. ഇത് ലൈവ് ആണോ? പേരെന്താ? എന്റെ പേര് അന്ന. അന്ന. നിനക്ക് ഉം. ഉറക്കൊന്നുമില്ല? കിക്കിലാണോ? ഇല്ല ആണ് ഇപ്പോഴത്തെ കാലത്ത് പെമ്പിള്ളേർക്ക് ഉറങ്ങാതിരിക്കണ എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ നീ പിന്നെ എന്തുവാടാ? നീ എന്താ എണീറ്റി? ഞാൻ ലൈവാ. ഞാൻ ലൈവാ, അതുകൊണ്ടാ ഞാൻ വിളിച്ചിരിക്കണേ. എന്നാ ശരി കേട്ടാ, നടക്കട്ടെ. പറഞ്ഞ നിങ്ങളുടെ ജീവിതം മുടിഞ്ഞു പോകും. അയ്യോ പ്രാഗലിന് പേടിയുള്ള അവർക്ക് ഭയങ്കര വിശ്വാസമുള്ള നിങ്ങള് ഇപ്പം ഇത് ചെയ്ത ലൈവ് എൻഡ് ചെയ്ത ഐ മീൻ ലീവ് ചെയ്ത പോകുന്നില്ല. നമ്മളെ കാണത്തില്ലല്ലോ, കുഴപ്പമില്ല. ദൈവം ഉണ്ടെങ്കില് ദൈവം ഉണ്ടാവും. ഉണ്ടല്ലേ. എനിക്ക് വേറെ അടുത്തിരിക്കുന്ന കുട്ടി ഇങ്ങനെ ഹലോ ഞാൻ ആദ്യമായിട്ടാ ലൈവിലൊക്കെ ഇരിക്കുന്നേ. ഫേമസ് ആയി. നിങ്ങൾ എത്ര പേരാ കാണുന്നറിയോ? 5,000+ വാച്ചിങ്. ചുമ്മൂടായി പാടാ, കാണുമ്പോ അറിയത്തില്ലേ. എന്റെ ഇൻസ്റ്റ ഞാൻ ചെറിയ ആളെന്നല്ല നിങ്ങൾ വിചാരിക്കുന്ന കണക്ക്. എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. ഓക്കെ, എല്ലാവരും 2 മണിക്കിരുന്ന് കാണുമല്ലോ, കുഴപ്പമില്ല. 4000 പേര് ഫോളോ ആയിട്ടുണ്ട്. 4000 പേര് അറിയാവോ? ഫേമസ് ഈകളുടെ കൂട്ടുകാരൻ സായിപ്പിന്റെ ചേട്ടൻ. എന്തൊക്കെയാ ഞാൻ പറഞ്ഞെല്ലാം നിങ്ങൾ വിശ്വസിച്ചാ? ഇല്ല, വിശ്വസിച്ചില്ല. അത് കണ്ടോ കേട്ടോ മനസ്സിലായില്ലേ? ഞാനിപ്പോ കുറച്ച് ഈഗിൾ വിളിച്ചപ്പോ ഈഗിളാണെന്ന് നിങ്ങളെ വിചാരം? അല്ല എന്നാ ഈഗിളാണ്. ശശിയായില്ല. അല്ല, ഈഗിളല്ല. നാളെ റീൽസിൽ വരും നിങ്ങളിങ്ങനെ വെട്ടി ഈഗിളല്ലെന്ന് പറഞ്ഞില്ലേ? താഴെ ഈഗിളിന്റെ എന്റെ ഒരു ഫോട്ടോ ആണ് വെച്ചിട്ട്. നോക്കട്ടെ, കാണണമല്ലോ. അത് എന്താ ഇൻസ്റ്റാഗ്രാമിന്റെ ഡ്രീമറോ? അതെനിക്ക് വിഷമായിട്ടാ. ഇത് കണ്ടാ അടിപൊളി തേങ്ങ. ആദ്യ തേങ്ങ. അത് ഞാൻ ഏന്ന് പറഞ്ഞു. ഇത് ഞാനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടടാ, ഇത് തന്നെ കാണാം. ഇപ്പൊ ബൾക്കായെന്ന് പറഞ്ഞ ബോഡി കാണി. മന്ദബുദ്ധികളാണ് നിങ്ങൾ. നിങ്ങളിപ്പോ ശരിക്കും ജീവിക്കുന്നേ. എന്നെ പിടിച്ചൊന്നും വരട്ടെ. ഞാനിവിടെ പറഞ്ഞായിരുന്നു ഏയാന്ന്. സത്യം ഈ അടുത്ത് പറയാൻ വീണ്ടും ഇത് ഒറിജിനലാണ്. നിങ്ങളെവിടെ കൊല്ലമല്ലേ? അല്ല, ട്രിവാൻഡ്രം കോളോടാ. ഇത് കോളം അല്ലെങ്കിൽ പെമ്പിള്ളേർക്ക് പേടി അധികമില്ല. ഞങ്ങക്ക് ഡേയിലും തോന്നിയായിരുന്നു. എന്തുവാടേ നമ്മള് എന്തായാലും എത്തിയില്ലേ? എവിടെത്തി? എങ്ങനെ? അല്ല, സംസാരിച്ച് നമ്മളിപ്പോ ഒരു ബന്ധത്തിൽ അല്ലെ, ഐ മീൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധത്തിലെത്തിയില്ലേ? അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ ഞാൻ അങ്ങനെയല്ലേ പറയും, വെറുതെ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയില്ലേ? അതിൽ നിങ്ങൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ തീർന്നു. എന്റെ തീർന്നു. വാക്കുകളില്ല. മാറടാ. അങ്ങനെ കാണാൻ പറ്റുമോ? എങ്ങനെയാണോ കാണുന്നത്? 1,00,000 രൂപയുടെ ഹെഡ്ഫോൺ ആണിത്, ഇയർഫോൺ.
വള്ളിക്ക് 1,00,000. എടാ എന്റെ കണ്ടോ 100 രൂപ 3 വർഷമായി പോകും. അത് വിശ്വസിച്ച് 1,00,000 പറഞ്ഞപ്പോ. കുറച്ച് ബുദ്ധി കൊടുത്തു. യോഗ ഫ്രോഡ്. ഓ എനിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ എന്താ പഠിക്കുന്നതെന്നറിയോ? എന്താ എന്താ അതാ എനിക്കറിയാം. പഠിക്കുന്ന എല്ലാവർക്കും അയ്യോ അത്ര ചിരിക്കാനൊന്നും ഇല്ലല്ലോ ചന്ദ്രു. നിങ്ങൾ അത്ര ചിരിക്കാനൊന്നും ഇല്ലല്ലോ. പോലെ പോലെ എടാ മുച്ചിരി എന്ന് വെറുതെ എന്താ വരാ എന്റെ അടുത്ത് കളിക്കണം. അല്ല എന്റെ അടുത്തുള്ള ഒരു ഞാനിപ്പോ എന്റെ കൂടെ കുറച്ചുപേര് ഇരിക്കുന്നുണ്ട്, 2-3 പേര്. അവന്മാര് ഭയങ്കര സംസാരം. ഈശ്വര നമ്മ സംസാരിച്ചിട്ടില്ലല്ലോ. ഓക്കെ സത്യം കേട്ടോ, നമ്മളെ കൊണ്ടേ എന്നെ ഇത് ചെയ്യണേ, ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഫോളോയും ചെയ്യാം സബ്സ്ക്രൈബും ചെയ്യാം. ചാനലിന്റെ പേരെന്താ എന്റെ? നിന്റെ ചാനലോ? ഈ തന്നിരിക്കുന്നല്ലേ ഡ്രീം റോപ്പ് എന്ന് പറയുന്നത്. ഡ്രീം റൂപ്പി. ഓക്കെ. ഓ സായി പോപ്പി എന്ന് പറ. സായി പോപ്പി പോലെ ഡ്രീം റോപ്പി. സായിപ്പിന്റെ പേരെന്താണ്? സായിപ്പ് കോപ്പി അടിച്ചു പറ. സായിപ്പ് കോപ്പി അടിച്ചു പറ. എനിക്കറിയാൻ വയ്യ. അവന്റെ ഞാൻ പേര് കാണാറില്ല ചേച്ചി. അവന്റെ ഇൻസ്റ്റാ പേര് ഇതാ. അതാ ഞാൻ എന്റെ ബ്രദർ എന്ന് പറഞ്ഞേ. എന്താണ് ചുമ്മാടാ ചുമ്മാ. അല്ല ഇത് നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് എടുത്തിട്ട് സായി പോപ്പിയാണെന്ന് നോക്കിയെന്ന്. ഓപ്പിയാന്ന് എനിക്കറിയാം. നീ അത് വെച്ചിട്ടതല്ലേ നിന്റെ പേര്, അല്ലാണ്ട് നീ അനിയനാ ചേട്ടനായതുകൊണ്ടിട്ടല്ലോ. ഞാൻ എനിക്കെന്തോ ഇപ്പൊ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇത് നീ പോ. ഇല്ല അടുത്തുള്ള കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 22 വയസ്സുണ്ട്. അല്ല ഞങ്ങൾ പിജിയില്. നീ ആ ടാറ്റു കാണിച്ചേ കൊള്ളാല്ലേ. ഫേക്കാന്ന് പറയില്ലേ? ഫേക്ക് ഒന്നല്ല കണ്ട. അല്ലെ ഒന്നുമില്ല ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഇല്ലടാ അങ്ങനെ കാണി ഷോക്കോളാം. ഇതൊക്കെ അവരും കേൾക്കുന്നുണ്ടോ? ഇല്ല ഇത് അമ്പി അടിക്കുന്നേ കാണിക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഇട്ടാൻ വേണ്ടി. ദൈവമേ എന്തോ ക്ലാസ് ഉണ്ട്, എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. കയ്യെല്ലാം ഇങ്ങനെ ഇടക്ക് വെക്കുമ്പോ ഇങ്ങനെ ആക്ക്. മുടിയൊക്കെ ഒന്ന് ചെയ്യൂ. കൈ കൊണ്ട് മുടിയൊക്കെ ഒന്ന് ചെയ്യൂ. ചന്ദ്രൻ നമ്മളെ വേറെ ഓരോ വേറെ അങ്ങനെ റിയാക്ഷൻ ഇടുമ്പോ എന്തോ ഞങ്ങളെ പറ്റിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ, അപവാദം പറയുന്നേ. കേട്ടൂടാ, നിങ്ങളൊക്കെ ഇതൊക്കെ തന്നെയല്ലേ പറയത്തുള്ളൂ. നമ്മളങ്ങനെ പെൺപിള്ളേരെ പറ്റി ഒരു അപവാദം പറയാറില്ല. നമ്മുടെ കോടതി വെച്ചല്ലേ ദേവി. അയ്യോ സോറി. ഇതുവല്ലോ ഇനി എന്തെങ്കിലും ഞാൻ മാറ്റാളാ ഒന്നും പറഞ്ഞില്ല. സായിപ്പിന്റെ ബ്രദർ ആണെന്ന് വിശ്വസിച്ചല്ലോ. എനിക്ക് വലിയ വിശ്വാസം. ന്യൂട്രൽ അഭിപ്രായം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അത്ര ഉള്ളൂ. അപ്പൊ ഈഗിളിന്റെ എനിക്കറിയാമോ അയ്യേ. എനിക്ക് രണ്ടും വിശ്വാസം. ഈ മനുഷ്യന്മാരുണ്ടല്ലോ എല്ലാം പറ്റിപ്പോ, അതുകൊണ്ട് നമ്മൾ ആരെയും വിശ്വസിക്കരുതെന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നോക്കണേ ഇൻസ്റ്റാഗ്രാം. പോയാ മതി ചന്ദ്രു. ഫോളോ ചെയ്യാം. ഓക്കേ അപ്പൊ ബൈ. ഓ ശരി. എനിക്ക് പോണ്ട ചന്ദ്രു ഓർക്ക് മനസ്സില്ല പോവാൻ. വെയിറ്റ് ആക്ക് ചന്ദ്രു വാസോന്റെ വീഡിയോ കോളി. വാസോന്റെ വീഡിയോ കോളി ഇവിടെ പോണാ. ഡിഗ്നിറ്റി ആണ്. ഷാം ഈസ് സംവൺ വിത്ത് ഡിഗ്നിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഉണ്ടെന്ന് കാര്യമില്ല. നീ സായിപ്പിനെ വിളിക്ക്. സായിപ്പാവ് ഈഗിളാവ് ചോദിക്ക്. സായിപ്പിനല്ലേ വിളിച്ച ഉറങ്ങുന്നു സായിപ്പ്. നേരിട്ടോ? ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാം. സായിപ്പിനെ വിളിക്ക്. സായിപ്പ് ഉറങ്ങണം കുഞ്ഞായിട്ട്. കുഞ്ഞോ? ഇപ്പൊ എടുത്താന്ന് ചോദിക്ക്. നേരത്തെ കോളൊക്കെ ഇത് ഈഗിളിനെ വിളിക്കുന്ന വീഡിയോ കോൾ വിളി. ചാർജ് കാണൂല അല്ലേ? ഫോണില്ലായിരിക്കും അല്ലേ?
നമ്പർ വാങ്ങി പോയായിരിക്കും ശരിയാ. അല്ല വെയിറ്റ് ഞാനിതിപ്പോ ഇവിടെ എന്റെ ചാർജർ അടുത്തില്ല, അതാണ് പ്രശ്നം, മനസ്സിലായോ? ചന്ദ്ര ഫ്ലെക്സ് ചെയ്യാൻ നോക്കുന്നേ പക്ഷെ നടക്കുന്നില്ല. നിനക്കൊരു ഇത്രയും വള്ളിയൊക്കെ ഉള്ള ഇതില് നിനക്കൊരു സീറ്റപ്പ് ചാർജർ ഇല്ലല്ലേ? ഇപ്പൊ ട്രൈസൊക്കെ കാണിച്ചോണ്ട് പോകും നോക്കിയോ. ഈ ചന്ദ്രനുണ്ടല്ലേ ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് കേക്ക് മുണ്ടാടക്ക്. ചുമ്മായാണോ ഫുഡ് എടുത്തിട്ട് എനിക്ക് തണുക്കുന്നു. ലൈവ് ആണെന്ന് പറയോ, ഇത്ര പെട്ടെന്ന് എന്തിനാ അയ്യോ ആണെന്ന് പറയോ അവരടുത്തൊന്ന് ചന്ദ്ര ലൈവാന്ന് പറയാൻ എന്തൊക്കെയാന്ന് പറയണേ. ഇല്ല ഇല്ല കുട്ടി പറഞ്ഞറിയോ ഭയങ്കര തണുപ്പാന്നൊക്കെ. കൊണ്ടുപോകും ചന്ദ്ര. തണുപ്പായണ്ടല്ലോ തണുപ്പെന്ന് പറയുന്നേ. അത് ഓഫ് കോഴ്സ് ഓഫ് ആവുമല്ലോ. അതോ ഞാൻ നോക്കുവായിരുന്നേ, അത് ഓഫ് ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടിയൊക്കെ ചീവിട്ട് നൈസിന് പൈസ ഫ്ലെക്സ്. വേറെ കാര്യം ശ്രദ്ധിച്ചു, ചന്ദ്രൻ നൈസായിട്ട് 2 ഫോണും കാണിച്ചേട്ടാ. എങ്ങനെ സ്കിപ്പ് അടിക്കാൻ അല്ലല്ല ഇത് ഓണായി നിങ്ങൾ ഞെട്ടാ റെഡി. ഇത് ഓണായി കഴിഞ്ഞാണ്ടല്ലോ വലിയ പ്രശ്നം. ചന്ദ്ര കുറച്ച് എന്നെങ്കിലും നിങ്ങളായിട്ട് 7 മാസം വേസ്റ്റാക്കിയത് വേണ്ടല്ലോ. സാംസങ്ങിനല്ലേ പറഞ്ഞ 3 ഫോണും കാണിച്ചല്ലേ. സമയം എടുക്കണ്ട, പയ്യ മതി, ഞങ്ങൾ തിരക്കൊന്നുമില്ല. ഉറങ്ങാൻ ഉദ്ദേശമില്ല. ഇല്ല, ഞങ്ങള് രാവിലെ മൊത്തം അത്യാവശ്യം ഇറങ്ങിയായിരുന്നു. ഹോസ്റ്റലല്ലടാ, അവര് വീട്ടില. ചോദിച്ചില്ലല്ലോ. നീ പോസ്കോ അല്ലേ? 17 ആവാൻ പോകുന്നേ ഉള്ളൂ. പോറാ മറ്റന്ന് ഫെബ്രുവരി 18 ആലിയാ. നീ എന്താ പറയുന്നത്? പോക്സൊന്ന് മാറാൻ പോവാ. എടാ സംസാരിക്കല്ലേ, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ഇച്ചിരി. പിന്നെ സംസാരിക്കല്ലേ കൂടുതല്. സായിപ്പിന് ഒരു അനിയത്തിയുണ്ട്, പേരിതാണ്. അത് ഓപ്പിയാണോ? ഇല്ല, അതിന് ഓപ്പില്ല. എന്താ ഗെയിമിംഗ് ഫാമിലിയോ? നമ്മുടെയൊക്കെ അച്ഛൻ എന്താ പരിപാടി അറിയോ? വേണ്ട അമ്മയോ? അലീന നൈസായിട്ട് അന്തൊക്കെ വിളിച്ചതാ ഇൻഡയറക്ട്ലി. ഇതുപോലെയൊക്കെ ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പഠിക്കേണ്ടി വരും. അത് ഓപ്പിന്ന് ഇട്ടാ മതിയായിരുന്നു. കപ്പ് കേക്ക് ഗെയിം കേട്ടിട്ടില്ല. അച്ഛന്റെ ചാനൽ വെച്ച് എന്ത് പറയാ? ഫോണില്ല. അത് വളർന്നു വരുന്ന ഗേൾ ഗെയിമറാണ് കേരളത്തിലെ. തെറി പിടിക്കലില്ലെന്ന് പറയാ. പക്ഷെ സായിപ്പിനെ പോലെ ഈ സായിപ്പിനെ പോലെ നമ്മളെ തെറി വിളിക്കാറില്ല കേട്ടോ, സത്യം പറഞ്ഞ. ഞാൻ മറ്റേ എനിക്ക് നിങ്ങളെ ഈ ഹസ്കി വോയിസ് കേൾക്കുമ്പോഴത്തേക്കും എന്ത് ഒന്നുമില്ല. ചന്ദ്ര ഇടയ്ക്കിടയ്ക്ക് ലൈവ് ആണെന്ന് മറന്നു പോകുന്നുണ്ട് കേട്ടാ. മനസ്സിലായി മനസ്സിലായി. മറന്നു പോകുന്നുണ്ട്. ചന്ദ്രൻ ചന്ദ്ര കമന്റ് വയ്ക്കുന്ന പോലെ പറയാം. ഫ്ലെക്സ് ചെയ്യുന്ന കമന്റ് വയ്ക്കും. അങ്ങനെ ഇപ്പൊ ഫോൺ ഓണാകുമ്പോ സ്നേഹയുടെ കോള് ഞെട്ടണേ. സ്നേഹയുടെ കോള് വരും. ലോക്കല് പിള്ളേര്. നീ ഒന്ന് മാറിയുന്നേ. നൈസ് എടുത്തിട്ട് കേട്ടോ. ഇവര് ഏന്ന് പറയുന്ന പറയും അണ്ണനോട്. വിശ്വസിക്കില്ല അളിയാ. ഇപ്പൊ കിട്ടും.
എനിക്കൊന്ന് ഇത് വേണ്ടേ? എനിക്ക് ഇതൊക്കെയല്ലേ മാർഗമുള്ളൂ. ആ കണ്ടാ അളി ഒരു ഹായ് പറഞ്ഞേ, അല്ലെങ്കിൽ വിശ്വസിക്കില്ല. ഹായ് പറഞ്ഞേ. അണ്ണൻ നാട്ടിലൂടെ വന്നോണ്ടിരിക്കുന്നു, വണ്ടി ഓടിക്കാണ്. നീ നോക്കി ഓടിക്കുക, അല്ലെങ്കിൽ പ്രശ്നം. ശരിയാ, ഞാൻ ഇന്ന് ഉറങ്ങണ്ട. ഇല്ല ഒമേഗളില് ഫുള്ള് ഇവരായിട്ട് കമ്പനി അടിച്ചിരിക്കാൻ പോണ. ഇപ്പൊ വരും, ഇപ്പൊ ലണ്ടനിൽ ഒരു കോള് വരും. മനസ്സിലായില്ലേ? ആള് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്താണ് കേട്ടോ ലണ്ടനിൽ. നീ വലിയവനാടാ. നീ ഇവിടെ ഒന്നും ജനിക്കണ്ടേ. ചന്ദ്ര എന്തൊക്കെയാണെങ്കിലും അത് ഊക്കിയതില്ലേ എന്തിനാ നൈസായിട്ട്. സായി പക്ഷെ എണീറ്റിരുന്നെങ്കിലേ. വേണ്ട വിളിച്ചേരാ ഇപ്പൊ അവനെ. എടാ ഞാൻ വിളിച്ചേനെ അവനെ. ചാർജർ എടുത്തിട്ട് എന്തോ സായിപ്പ് ലൈവ് ആണല്ലേ, വെറുതെ എടുക്കാത്തെ. ഓക്കെ കുട്ടി, അപ്പൊ നിങ്ങൾ എന്നാ കിടന്ന് ഉറങ്ങിക്കോ, നിങ്ങക്ക് മനസ്സിലായോ? ഇത് ലൈവില് വരുമെന്നാണോ? ഇത് ഫുള്ള് ലൈവാ. നാളെ ക്ലിപ്പാന്ന് പറയും. നാളെ ക്ലിപ്പാ. നാളെ നിങ്ങൾ ഇൻസ്റ്റാ റീൽ വഴിയൊക്കെ ഇങ്ങനെ ഓടും. എന്നാ നിങ്ങള് ഓക്കെ. ഇനിയിപ്പോ എന്തായാലും ആൾക്കാർ അറിഞ്ഞു. മുഖം ഒന്ന് കാണിക്കാവോ? വേണ്ട കിട്ടിയിടത്തോളം മതിയടാ. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ഓ ശരി, ബൈ ബൈ. ഓക്കെ. മൂത്തവന്മാരെ ബഹുമാനം ഇല്ലാത്തവർ വലി നീയൊക്കെ ചാകും ഉടനെ.